Hello guys, welcome back to our family. DJ Couples. എന്താ നിലു? Chira Couples. अच्छा ठीक है. Okay guys, അപ്പോൾ രണ്ട് മുതുക്ക് ബാഗൊക്കെ ചുമലിലേറ്റി നമ്മള് നേരെ ഡൽഹിക്ക്. Yes, നമുക്ക് വിന്റർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മള് ഡൽഹിക്ക് പോയ ഒരു പ്ലാൻ, ഒരു 3-4 ദിവസത്തെ ട്രിപ്പ്, താജ്മഹൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. നമ്മള് പുതിയ ടീച്ചേഴ്സ് കേട്ടോ കേരള. അപ്പൊ നമ്മള് വണ്ടിയൊക്കെ സെറ്റാക്കി വീട്ടിലൊക്കെ സെറ്റാക്കി വെച്ച് നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ നടന്നു പോകാം കേട്ടോ. അടുത്താണ്, വലിയ ദൂരമൊന്നുമില്ല. അതേ ബാക്കിൽ കാണുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഓക്കെ, അപ്പൊ നമ്മള് നടന്നിട്ട് എത്താറായി. അപ്പൊ ഗൈസ് കാണാം. അപ്പൊ ദേ ഗൈസ് നമ്മള് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലെത്തി. നമ്മളിത് ഷാനുവിനെയും അനുവിനെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യണം. അവർ അതിലൂടെ വരും. അപ്പോൾ ഗൈസ് ദേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. വരുന്നുണ്ടോ? എല്ലാവരും എത്തി. ട്രെയിൻ ദേ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ നേരെ ഉദയ്പൂർ പോവും. ഉദയ്പൂർ നമുക്ക് 5:30 കാണാൻ ട്രെയിൻ ഡൽഹിക്ക്. അപ്പോൾ ഗൈസ് കാണാം. ഒന്ന് വഴിക്കൊക്കെ തയ്യാറെടുപ്പിലാണ് കേട്ടോ. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാനും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മളിത് ബിച്ചവാടയിൽ നിന്ന് വിട്ടു. ബിച്ചവാടയിൽ നിന്ന് നമ്മൾ ഉദയ്പൂരിലേക്ക് പോവാണ്. ഉദയ്പൂരിൽ നിന്നാണ് നമുക്ക് ഡൽഹിയിലേക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ലോക്കലിലാണ് പോണത്. ലോക്കൽ എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഉദയ്പൂർ വരെ ലോക്കലിലാണ് പോകുന്നത്. ലോക്കൽ തിരക്കൊന്നുമില്ല കേട്ടോ, നല്ല ഫുൾ സീറ്റാണ്. ഇത് കണ്ടോ, ഇതാണ് ലോക്കൽ കമ്പാർട്ട്മെൻറ്റ്. നല്ല സീറ്റാണ്. അവിടെയൊക്കെ സീറ്റുണ്ട്, ഇഷ്ടം പോലെ സ്ഥലം ഇരിക്കാൻ. അടിപൊളി ഒരു ബ്യൂട്ടി. ബ്യൂട്ടിഫുൾ ആണല്ലോ. ഓർമ്മയില്ല. വിഷ്ണു സാറിന്റെ തള്ളു കേട്ടോണ്ടിരിക്കാണ് ഗൈസ്. തള്ളു കേട്ടോണ്ടിരിക്കാണ്. അവിടെ വേറെ തള്ളു, വേറെ സെക്ഷനില് അടുത്ത തള്ളു. അപ്പൊ ഗൈസ് നമ്മളിതാ ട്രെയിൻ ഇറങ്ങി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദയ്പൂർ എത്തി കേട്ടോ. ഇപ്പൊ അടുത്ത ഫുഡിന്റെ പരിപാടി നോക്കണം. ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കണം. ഓക്കെ, ഫുഡ് കഴിക്കാൻ പോട്ടെ. അപ്പൊ ഗൈസ് നമ്മള് ഓട്ടോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കേരള ഹോട്ടലിലേക്കാണ് പോകുന്നത് കേട്ടോ. ഒരു അടിപൊളി കേരള ഹോട്ടലിൽ നമ്മൾ ഓണത്തിന് ഫുഡ് കഴിച്ചില്ലേ, ആ ഹോട്ടലിൽ. അപ്പൊ ഈ ഓട്ടോ ചേട്ടൻ കുറെ പ്രാവശ്യം നമ്മുടെ വിലയൊക്കെ പേശി റെഡിയാക്കി. പിന്നെ ഇയാള് ലോങ് ട്രാഫിക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് നടക്കാന്ന് വിചാരിച്ചപ്പോ ഇയാൾ തിരിച്ചു വിളിച്ചു. നമ്മള് വീണ്ടും വന്ന് കയറി. ഗൈസ് ഉദയ്പൂർ എത്തിയപ്പോൾ തന്നെ പർച്ചേസിങ് തുടങ്ങി കേട്ടോ. നല്ല ബാക്കി പർച്ചേസിങ് ഡൽഹി ചെന്നിട്ട് പിന്നെ നമ്മൾ കൂളിംഗ് ഗ്ലാസ് മേടിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുകയാണ്. നിലു നിലുനൊരെണ്ണം കിട്ടി. വിഷ്ണു സാർ കൺഫേം ആയോ? മേടിച്ചോ? അടിപൊളി, നല്ല രസമുണ്ട്. അടിയോടെ ഗൈസറുടെ അടിയുണ്ട് കേട്ടോ. എന്താ അവിടെ? എന്താ അവിടെ? അടിയും കഴിഞ്ഞിട്ട് പോവാണ് കേട്ടോ. അടി പോയി കോംപ്രമൈസ് ചെയ്ത് ഷാനുവാണ്. പിടിച്ച് വലിച്ചിട്ട്
നേരെ നമ്മള് നേരെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. പക്ഷെ എന്താ ചെയ്യാ, നല്ല ട്രാഫിക്കാണ് കേട്ടോ. വാവ്, നമ്മൾ ഓട്ടോയ്ക്ക് എന്നിട്ട് ഓട്ടോ അവിടെ നിർത്തിയിട്ട് പിന്നെ ഒരു 300 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ നിന്ന് നടക്കണം. അപ്പൊ ഗായ്സ് നമ്മളത് അങ്ങനെ കേരള ഹോട്ടലിലെത്തി. ഓട്ടോ ഇറങ്ങി കുറച്ച് നടന്നു കേട്ടോ. നമ്മുടെ ഓണത്തിൻ്റെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഓണത്തിന് ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ആ ടേസ്റ്റ് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇവിടെ തന്നെ തിരിച്ചെത്തി കേട്ടോ. അപ്പം നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. അയ്യോ, നടന്ന് ക്ഷീണിച്ച്. ലഗേജിൽ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ബിരിയാണി ഒക്കെ അടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യം വെച്ച് നടക്കുന്നു. അതിന് ദൂരമൊന്നുമില്ല കേട്ടോ, ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തും. ഗൈസ് അപ്പോൾ നമ്മളിതേ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. നടന്ന് ക്ഷീണിച്ച് വലഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 3:30 കണ്ടായി. ഇനിയിപ്പം 5 മണിക്കാണ് ട്രെയിൻ. 1.5 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം. വാവ്, എങ്ങോട്ട്? വീട്ടിലേക്കാണോ പോണ്ടേ അതോ ഡൽഹിക്ക് പോണോ? എവിടേക്കാ പോണ്ടേ? വീട്ടിൽ പോണോ? ആരുടെ അടുത്തേക്കാ പോണ്ടേ? ചിക്കോത്തേനാ അവിടെ ഇരിക്കുന്നത്. ഇതേനാ ചിക്കോട്ടിരിക്കുന്നത്. അതേ ചിക്കോട്ടിരിക്കുന്നത് അവിടെ. ഇതേനാ നിനക്ക് ചിക്കോൻ്റെ അടുത്തേക്കാ പോണ്ടേ? നിലു ചീൻ്റെ അടുത്ത് വേണോ? മുന്നേൻ്റെ അടുത്ത് വേണോ? ആ ഓക്കെ. ദേവു എന്താ അവസ്ഥ? ബോറടിക്കുന്നുണ്ടോ? 1.5 മണിക്കൂറിൽ ഇപ്പം അങ്ങ് പോവും. ഇത് നമ്മുടെ മാം, രസിക മാം. ഗൈസ് അങ്ങനെ നവ് സാർ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നവ് സാർ രാവിലെ ഉദയപൂരിലേക്ക് വന്നായിരുന്നു. പുള്ളിക്കൂടെ എന്തോ വർക്ക് ഉണ്ടായിരുന്നു, എന്തോ പാസ്പോർട്ട് ഓഫീസിലൊക്കെ പോയി എന്തോ പണിയുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് പുള്ളിക്കാരെ കറക്റ്റ് ട്രെയിനിൻ്റെ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ട്രെയിൻ കേട്ടോ. ഈ ട്രെയിൻ കുറേ നേരം ഇവിടെ നിർത്തിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. നമ്മൾ കറക്റ്റ് ടൈമിൽ നോക്കിയിരിക്കുകയല്ലേ, അപ്പം നേരത്തെ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ലഗേജ്, എൻ്റെ ബാഗ് എവിടെ? ഓക്കെ, എൻ്റെ ബാഗ് അവിടെ ഉണ്ട്. ലഗേജ് എടുത്ത് നേരെ നമ്മുടെ സീറ്റിലേക്ക് പോട്ടെ. ഓക്കെ, എത്തി. നമ്മുടെ ബോഗി എത്തി. S4 ആണ് നമ്മുടെ ബോഗി കേട്ടോ. ഓക്കെ, ഇതേനാ എന്തായി? അവിടെ ഇല്ല. അന്ന് അവരാരും എടുത്തിട്ടുണ്ടാവും. വിളിച്ചു നോക്ക്. ഗൈസ് അനുവിന്റെ ഫോൺ പോയി. അവിടെ നോക്കാം, അവിടെ ചോദിച്ചോക്കെ അവരെടുത്ത് വാ. അനു ഇരുന്നിടത്ത് അനുവിന്റെ ഫോൺ പോയി ഗൈസ്. എന്നാൽ അനുവിനെ പറഞ്ഞ പറ്റിച്ച് ഫോൺ ഷാനുവിന്റെ കയ്യിലുണ്ട്. വിളിച്ചോക്ക്, അവര് വിളിച്ചോക്ക്. അനുവിന്റെ പകുതി ജീവനങ്ങ് പോയില്ല അനു. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് ട്രെയിനിലേക്ക് കയറാം. ഗൈസ് നമ്മുടെ കമ്പാർട്ട്മെന്റിലെത്തി. നമ്മളിതേ സീറ്റൊക്കെ സെറ്റാക്കിയിട്ടിരിക്കുക. സാർ നമ്മുടേത് ഈ ഏകദേശം പോയി നമ്മുടെ കേട്ടോ. ഈ സീറ്റ് നമ്മുടെ അല്ല, പിന്നെ ഈ അപ്പുറം നമ്മുടെ അല്ല, ബാക്കി സീറ്റ് മൊത്തം നമ്മുടെ. നമുക്ക് എല്ലാവർക്കും പിന്നെ 3 സീറ്റ് ഈ സെക്ഷനിലും ഉണ്ട്. നമ്മൾ ബാഗൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം 1 മണിക്കൂറായി ട്രെയിനിൽ കയറിയിട്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി കഴിഞ്ഞു. നമ്മൾ 5 മണിയപ്പോൾ കയറിയതാണ്. അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു രാവിലെ വെളുപ്പിന് ഒരു 5 മണി 5 സംതിങ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്തും, ഡൽഹിയിലെത്തും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഒക്കെ വരുന്ന വഴിക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.